ശബരിമല തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനനുവദിച്ച ചെന്നൈ കോട്ടയം വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. പാലക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് സ്വീകരണം നൽകി. എസ് വിനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല അയ്യപ്പന്മാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് 6 സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇതിനിടയിൽ ഈ വന്ദേ ഭാരത് നിർത്തിയത്. അതിനുശേഷം ഇപ്പോൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പാലക്കാട് എത്തിയിരിക്കുന്നു. പാലക്കാട് BJP പ്രവർത്തകർ സ്വീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ശബരിമല യാത്രയ്ക്ക് പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സർവീസ്. ഈ മാസം 25 വരെ ഇതിന്റെ സർവീസുകൾ തുടരും എന്ന് തന്നെയാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂരിൽ ഇല്ല. ഷൊർണൂർ പാസ് ചെയ്യാതെ ഒറ്റപ്പാലത്ത് നിന്ന് ഭാരതപ്പുഴ വഴി തിരിഞ്ഞാണ് ഇത് തൃശ്ശൂരിലേക്ക് പോകുന്നത്. അതിനുശേഷം എറണാകുളം, കോട്ടയം ഇങ്ങനെയാണ് ഇതിന്റെ സർവീസ് നിജപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ റൂട്ടിൽ നമുക്കറിയാം, സാധാരണ ഈ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് അനുവദിക്കണം എന്ന് യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. ഇതിനിടയിലാണ് ശബരിമലയിലെ അയ്യപ്പന്മാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു സംവിധാനം എന്തായാലും ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഈ സർവീസ് കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ചെന്നൈയിൽ നിന്ന് മുമ്പ് 2 വന്ദേ ഭാരത് കടന്നുപോയ വഴിയാണ്. മൂന്നാമതൊരു വന്ദേ ഭാരത് കൂടി പാലക്കാട് വഴി എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് പാലക്കാട് വഴി തന്നെയാണ് ഈ ഒരു സർവീസ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. బాగుంది. నెంబర్ 1 కొట్టాయం దాకా చెన్నై టు కొట్టాయం. చెన్నై. ఓకే, ఆంధ్రప్రదేశ్ చెన్నైలో ఎక్కాం. వెల్కమ్. എന്തായാലും ഈ ഒരു സർവീസ് വളരെ ഉപകാരപ്രദം എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരൊക്കെ പറയുന്നത്. അയ്യപ്പന്മാർ മാത്രമല്ല, അല്ലാത്ത ആളുകൾക്കും യാത്ര ചെയ്യുന്നതിന് ഏറെ ഈ റൂട്ടിൽ ഇത്തരത്തിലൊരു സർവീസ്, ഒരു ലക്ഷറി സർവീസ് വേണം എന്നുള്ള ഒരു ആവശ്യം എന്തായാലും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. ഇനി ഇത് താൽക്കാലിക സംവിധാനം, ശബരിമല സീസൺ ആയതുകൊണ്ടുള്ള താൽക്കാലിക സംവിധാനമാണെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരത്തിലൊരു സർവീസ് വേണം എന്നുള്ള ഒരു ആവശ്യം പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇവിടുത്തെ യാത്രക്കാരുടെ ആവശ്യം.